ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും സങ്കീർത്തനങ്ങൾ 113 2 വാക്യം വായിക്കുന്നു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ. യഹോവ ദൈവത്തിന്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് തന്നെ ഹല്ലേലൂയ യഹോവയെ സ്തുതിക്കുവീൻ എന്ന ആഹ്വാനം കൊണ്ടാണ്. ഈ സങ്കീർത്തനം ഇസ്രായേൽ ജനങ്ങൾ പാടി വന്നിരുന്നതായ ഒരു സങ്കീർത്തനമാണ്. വിശുദ്ധ ബൈബിളിലും ക്രിസ്ത്യാനികളും അത് ഉപയോഗിക്കുന്നു. യഹോവയെ സ്തുതിക്കുവീൻ, ഹല്ലേലൂയ യഹോവയെ സ്തുതിക്കുവീൻ, പ്രപഞ്ചത്തെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുവീൻ, ആരാധിക്കുവീൻ, അവിടുത്തേക്ക് മഹത്വം കരേറ്റുവീൻ എന്ന് ആഹ്വാനം ചെയ്യുന്നതായാണ്. യഹോവയാണ് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഭൂമിയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത്. ആ ദൈവത്തെ നാം ആരാധിക്കുക എന്ന ആഹ്വാനം കൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങിയിരിക്കുന്നത്. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയത്, തുടക്കത്തിൽ ആരാണ് എഴുതിയത് എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ആരായാലും തന്നെ ഒരു ഭക്തനാണ് ഇത് എഴുതിയതെന്ന്, ഭക്തന് ദൈവിക അരുളപ്പാടുണ്ടായിട്ട് എഴുതിയതാണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരെഴുതിയിട്ടില്ലെങ്കിൽ ദൈവിക ഉത്തേജന പ്രകാരം ദൈവിക അരുളപ്പാടിനാൽ കൊടുത്തിട്ടുള്ളതായ ആശയങ്ങൾ സങ്കീർത്തന രൂപേണ, പാട്ട് രൂപേണ എഴുതി വച്ചത് ഇന്നും അത് ഉപയോഗിച്ചു വരുന്നതാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും യഹോവയെ വാഴ്ത്തുവീൻ എന്ന് എഫേസ്യ ലേഖനം 5 അധ്യായം 19 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാട്ടുകളാലും സങ്കീർത്തനങ്ങളാലും യഹോവയെ വാഴ്ത്തുവീൻ. യഹോവയാണ്, ദൈവമാണ് ഈ പ്രപഞ്ചത്തിലുള്ളത് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്, മൃഗങ്ങളെ സൃഷ്ടിച്ചത്. യഹോവയെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തനങ്ങൾ 33 1-2 വാക്യങ്ങളിലും പറഞ്ഞു. ദൈവത്തിൽ നാം സന്തോഷിക്കുക, വിശുദ്ധന്മാരെ യഹോവയ്ക്ക് പാട്ടുപാടുക, യഹോവയെ സ്തുതിക്കുക. വിശുദ്ധന്മാരെ, ദൈവത്തെ അറിഞ്ഞിട്ടുള്ളതായ എല്ലാവരുമേ, ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളതായ എല്ലാവരുമേ, ദൈവത്തെ ആരാധിക്കുന്ന എല്ലാവരുമേ, നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുക. ഇവിടെ പറയുന്നത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഇന്നു മുതൽ എന്നേക്കും തന്നെ, എന്നേക്കും തന്നെ. അന്നേരം അപ്പോൾ നമ്മൾ ദൈവത്തെ വാഴ്ത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അതൊരിക്കലും നിന്നു പോകുന്നില്ല. അതവിടെ തുടങ്ങി മുമ്പോട്ട് പോവുകയാണ്. മനുഷ്യനും മനുഷ്യജാതികളും ഉള്ളിടത്തോളം കാലം ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെല്ലാം കടന്നു പോകും. കാലമില്ലാത്ത ഒരു കാലത്തും വീണ്ടും സ്വർഗീയത്തെ രീതിയിൽ മനുഷ്യരുടെ ആത്മാവ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. ഈ സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം തുടങ്ങുന്നത് തന്നെ യഹോവയെ സ്തുതിക്കുവീൻ, സകല ഭക്തജനങ്ങളെ യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിക്കുവീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിക്കുവിൻ. യഹോവയുടെ ദാസന്മാർ എന്ന് പറയുന്നത് യഹോവയെ മനസ്സിലാക്കിയിട്ടുള്ള, യഹോവയെ ആരാധിക്കുന്നതായ, യഹോവയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതായ, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള സകല ജനങ്ങളുമേ യഹോവയുടെ നാമത്തെ സ്തുതിക്കുക. യഹോവയെയും ദൈവത്തെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് തൻ്റെ പാപം ഉപേക്ഷിച്ച് ജീവിക്കുന്നതായ ജനങ്ങളെ, നിങ്ങളെല്ലാവരും
ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ എന്ന പദം കൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ. യഹോവയെ സ്തുതിക്കുവീൻ. 33-ാം സങ്കീർത്തനത്തിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നുണ്ട്. 1-2 വാക്യങ്ങളിൽ ദൈവത്തെ ആരാധിച്ച് സന്തോഷമായിരിക്കുക. വിശുദ്ധന്മാരെ, നിങ്ങൾ യഹോവയെ ആരാധിക്കുക. 7-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഞാൻ യഹോവയെ വാഴ്ത്തും. യഹോവയുടെ വിശുദ്ധി കാരണം നാം യഹോവയെ വാഴ്ത്തും. നാം 2 കാരണങ്ങളാലാണ് ദൈവത്തെ വാഴ്ത്തിപ്പാടേണ്ടത്. ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, ദൈവത്തിൻ്റെ റൈറ്റസ്നെസ് കൊണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നാം ദൈവത്തെ വാഴ്ത്തിപ്പാടണം. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മളെ പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും രക്ഷിച്ച് നാം മനുഷ്യനായി ജീവിക്കേണ്ടതിന് സർവ്വകൃപകളും തന്ന് അനുഗ്രഹമായി ജീവിക്കുന്നതിന് ആ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് അയച്ചിട്ട് സർവ മാനവരാശിയുടെയും പാപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ പാപപരിഹാരയാഗമായതിനാൽ നാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളും മുക്തമായിട്ട് നാം ദൈവീക സ്തുതിക്ക്, അതായത് നാം ദൈവത്തെ സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിനാൽ നാം ഇന്ന് സ്തുതിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ആയുസ്സുള്ളിടത്തോളം നാം സ്തുതിച്ചു തുടങ്ങും. ആ സ്തുതിച്ചുകൊണ്ടിരിക്കും, ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ആയുസ് പോയാലും യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന്, ദൈവാത്മാവിൻ്റെ അടുക്ക ചെന്ന് വീണ്ടും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യുഗയുഗാന്തരങ്ങൾ വാഴും എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. ഇന്നു മുതൽ എന്നേക്കും തന്നെ. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിന് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. പിന്നെ ഒരിക്കലും നിർത്തില്ല. ഇന്ന് ഈ തലമുറ നാം ആ ജീവനുള്ളിടത്തോളം ആരാധിച്ചുകൊണ്ടിരിക്കും. നാം കഴിഞ്ഞിട്ട് അടുത്ത തലമുറകൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കും. നാം നമ്മുടെ ആയുസ് കഴിഞ്ഞു പോകുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മുടെ ആത്മാവ് ചെന്നിട്ട് അവിടെയും ആരാധനയാണ്. അവിടെയാണ് നാം സ്വർഗമെന്ന് വിവക്ഷിക്കുന്നത്. ദൈവവും യേശു ക്രിസ്തുവും ദൂതന്മാരും ഉള്ളിടത്ത് ദൂതന്മാരും യേശു ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും എപ്പോഴും ദൂതന്മാർ ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മുടെ ആത്മാവും ചെല്ലുമ്പോൾ ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നതാണ്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. ഇന്നു മുതൽ എന്നേക്കും തന്നെ. 113-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ്. 9-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ വാഴ്ത്തിപ്പാടും. ദൈവത്തിൻ്റെ അതിശയകരമായ വർക്കുകൾ, ദൈവത്തിൻ്റെ അതിശയകരമായ പ്രവൃത്തികൾ, ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിച്ച് അതിൻ്റെ അതിശയത്തെക്കുറിച്ചും ഞാൻ എല്ലാവരോടും പറയും എന്നാണ് 9-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കും. ജീവിച്ചിരിക്കുന്നതായ ഒരു ഭക്തൻ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ വാഴ്ത്തിപ്പാടി, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുന്ന, തൻ്റെ മനസ്സുകൊണ്ട്, വാവുകൊണ്ടും മനസ്സുകൊണ്ടും ദൈവത്തെ ആരാധിക്കുന്നതായ മനുഷ്യനാണ്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ദൈവീക ആരാധനയ്ക്ക് അവൻ്റെ ആത്മാവ് യോഗ്യമാകും. 113-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അതായത് സൂര്യൻ ഒരു സമയനിശ്ചം പറയുകയാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ അസ്തമിക്കുന്നത് വരെയാണ് മനുഷ്യൻ ഉണർന്നിരിക്കുന്നത്. അപ്പോഴൊക്കെയും മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജോലിയൊന്നും ചെയ്യണ്ടെന്ന് അല്ല. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഇത് തന്നെയാണ് വിശുദ്ധ ബൈബിളിൽ അവസാനത്തെ പുസ്തകമായ മലാക്കി 1-11-ാം വാക്യം, 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ബൈബിളിൽ മലാക്കി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം
സ്തുതിക്കപ്പെടുമാറാകട്ടെ. നാം ഒരു ദിവസം തുടങ്ങുമ്പോൾ മുതൽ അസ്തമയം വരെ നാം ഉറങ്ങുന്നത് വരെയും ദൈവത്തെ നമ്മുടെ ഹൃദയത്തോട് ബന്ധിച്ച് നമ്മുടെ ഫുൾ സപ്പോർട്ടോടുകൂടി നമ്മുടെ അന്തരം ഹൃദയം എന്ന് പറയുന്നത് ഇവിടെ വിശുദ്ധ ബൈബിൾ പറഞ്ഞ മൈൻഡാണ്. അതായത് നാം ചിന്തിക്കുന്ന ഭാഗമാണ്. തലച്ചോറ് കൊണ്ടാണ് മെഡല്ല ഒബ്ലാങ്കേറ്റ് കൊണ്ട് ദൈവത്തിന് അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് പറയുന്നു. അതിനെയാണ് വിശുദ്ധ ബൈബിൾ ഹൃദയം എന്ന് പറയുന്നത്. അങ്ങനെ ഹൃദയം കൊണ്ട് നാം നമ്മുടെ മൈൻഡ് കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് യഹോവയെ സ്തുതിക്കുവാനാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ബൈബിൾ മലാക്കി പുസ്തകത്തിലും ഇത് തന്നെ, ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 113 സങ്കീർത്തനം 4 വാക്യത്തിൽ യഹോവ സകല ജനങ്ങൾക്ക് മീതെയും അവിടുത്തെ മഹത്വം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. യഹോവ ദൈവം സർവഗ്രഹങ്ങളുടെയും മേളിൽ ആകാശത്ത് സർവഗ്രഹത്തിൻ്റെയും മുകളിലാണ്. അതായത് ദൈവത്തിൻ്റെ നാമം അത്ര ഉയർച്ച ഉള്ളതാണ്. അത് യശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൽ 15-17 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഉയരത്തിലാണ്. ദൈവത്തിൻ്റെ മഹത്വം ഉയരത്തിലാണ്. നാം ആയതിനാൽ നാം ദൈവത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുക. ദൈവം എപ്പോഴും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. അതായത് മനുഷ്യരെ രക്ഷിക്കേണ്ടതിന് ദൈവം എപ്പോഴും ജാഗരൂകമായി തന്നെ ഇരിക്കുന്നു. ദൈവം ഉയരത്തിലാണെങ്കിലും തൻ്റെ മഹിമ കൊണ്ട് ഉയരത്തിലാണെങ്കിലും ദൈവം താഴ്മയുള്ള മനുഷ്യരെയും നോക്കുന്നുണ്ട്. ലെമന്റേഷൻ പുസ്തകത്തിൽ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 41-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്: കൈകളും ഹൃദയങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി യഹോവയെ വാഴ്ത്തുക. മനസ്സ് എപ്പോഴും ദൈവത്തോട് ആയിരിക്കുവാൻ, മനസ്സിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനാണ് അവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 113-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഉന്നതങ്ങളിൽ അധിവസിക്കുന്നവനായ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശനാരുള്ളൂ. അതീവ ഉന്നതത്തിൽ മഹിമയിൽ ഉയരത്തിൽ കഴിയുന്നതായ യഹോവ, ആ യഹോവയ്ക്ക് സദൃശനായി വേറെ ആരുമില്ല. ദൈവത്തിന് പകരം ദൈവമായ ആരുമില്ല. ഈ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ച ദൈവമാണ് ഉയരത്തിൽ, അതിമഹിമയിൽ. ആ മഹിമയുള്ള ദൈവത്തെ നാം എപ്പോഴും വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഇരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 14:3 നമുക്ക് കാണുവാൻ ഓരോ ഭക്തനും യഹോവയെ വിളിച്ചപേക്ഷിക്കുക. ഭക്തന്മാർ യഹോവയെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിൻ്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും യഹോവയെ സ്തുതിക്കുക. ദൈവത്തിൻ്റെ സദൃശനായ മറ്റാരെയും നമുക്ക് കാണുവാനില്ല. ദൈവം തന്നെയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമാണ്. പിന്നീട് നാം കാണുന്നത് കാണാത്ത ദൈവത്തിൻ്റെ കാണുന്നതായ ഒരു ഇമേജ്. ആ ഇമേജാണ് യേശുക്രിസ്തു മനുഷ്യാവതാരത്തിൽ ലോകത്തിലേക്ക് വന്ന് സർവമനുഷ്യരുടെയും പാപങ്ങൾ, ചെയ്തതും ചെയ്യാത്തതുമായി എല്ലാവിധ പാപങ്ങളും സ്വീകരിച്ചുകൊണ്ട് താൻ എല്ലാവരുടെയും പാപം വഹിച്ചുകൊണ്ട് ആ പാപത്തിന് പരിഹാരമായി ക്രൂശിതനായി, അതായത് യാഗമായി തീർന്നു. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും പിന്നീട് പാപമില്ല. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. 113-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആകാശത്തിനും ഭൂമിയിലുമുള്ളവ അവിടുന്ന് കുനിഞ്ഞു നോക്കുന്നു. അത്രയ്ക്ക് ഉയരത്തിലാണ് ദൈവത്തിൻ്റെ മഹിമ. ദൈവം കുനിഞ്ഞു നോക്കുന്നു. അതായത് സ്വർഗാതിസ്വർഗം ഏറ്റവും മഹിമയിൽ ഉയരത്തിലാണ്. അത് എല്ലാ ഭൂഗോളങ്ങളെയും നോക്കേണ്ടതിന് ദൈവത്തിന് അവിടുന്ന് കുനിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. ആ ഭൂഗോളത്തിലും
സർവപ്രപഞ്ചത്തിലുമുള്ള സർവ്വജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നത് കാണുവാൻ വേണ്ടി ദൈവം കുനിഞ്ഞു നോക്കുന്നു, താഴ്മയോട് നോക്കുന്നു. താഴേക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് എന്ന ആത്മീയം ഭൂമിയിലും ഭൂമണ്ഡലത്തിലും മനുഷ്യരുടെ ഉള്ളിലും എപ്പോഴുമുണ്ട്. എല്ലാ ദൈവമായിരിക്കെ, സ്വർഗത്തിലിരിക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് ഭൂമിയിലും എല്ലാ മനുഷ്യരിലും വ്യാപിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവത്തിന് അവിടെ ഇരുന്നും കാണാം. ദൈവത്തിൻ്റെ പ്രസൻസ് ഭൂമിയിലുമുണ്ട്. ആരാണ് ദൈവത്തെ വിളിക്കുന്നത്? ദൈവത്തിൻ്റെ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയും യഹോവയെ സ്തുതിക്കുവീൻ എന്ന് സങ്കീർത്തനകാരൻ അപേക്ഷിക്കുന്നു. 113 സങ്കീർത്തനം 7 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും: ദൈവം എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അത്യുന്ന മഹിമയിൽ വസിക്കുന്നവനായ ദൈവം താഴെ ഭൂമിയിൽ ഒരു കഴിവുമില്ലാതിരിക്കുന്ന മനുഷ്യവർഗത്തെ എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ പ്രകൃതി തന്നെ ആയിരിക്കുന്ന ഈശ്വരൻ, ഈ പ്രകൃതിയെയും സൃഷ്ടിച്ച ദൈവം താഴ്മയുള്ള മനുഷ്യനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന് ഉദാഹരണമായി വിശുദ്ധ ബൈബിളിൽ തന്നെ പല വാക്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. ജോസേഫ് ഒരു പൊട്ടൻകിണറ്റിൽ തൻ്റെ സഹോദരങ്ങളാൽ വീഴപ്പെട്ടെങ്കിലും അവിടെ നിന്നുയർത്തി പ്രധാനപ്പെട്ട ഈജിപ്തിലെ പ്രധാനമന്ത്രിമാരിൽ ഒരാളാവേണ്ടതിന്, രാജാവിൻ്റെ സഹായിയാവേണ്ടതിന് യോസേപ്പിനെ നാം കണ്ടതാണ്. യോസേക്ക് പൊട്ടൻകിണറ്റിൽ കാട് പിടിച്ച് കിടന്ന കിണറ്റിൽ കിടന്നിട്ടും ദൈവം അവിടുന്ന് മിസ്രൈമിലേക്ക് വരുത്തി മിസ്രൈമിലെ രാജാവിൻ്റെ മന്ത്രിയായിട്ട് ആക്കി. ഈ യോസേപ്പിൻ്റെ യാക്കോബിനെയും മക്കളെയും ആഹാരമില്ലാത്ത സമയത്തിൽ അവരെ രക്ഷിക്കേണ്ടതിന്, അവർക്ക് ധാന്യം കൊടുക്കേണ്ടതിന് യോസഫ് മുന്നമേ മിസ്രൈമിൽ ദൈവം എത്തിച്ചു. അതേപോലെ തന്നെ ദാവീദ് ഒരു ഇടയനായിരുന്നു. ദാവീദ് ആടിനെ മേയ്ക്കുകയായിരുന്നു. ദാവീദിനെ ആടിനെ മേയ്ക്കുന്ന മലയിൽ നിന്നും ദൈവം വിളിച്ചു. ഇസ്രായേലിൻ്റെ രാജാവാകുവാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ദാവീദിന് മുൻപായിട്ട് മോശയെ ദൈവം വിളിച്ചു. ആടിനെ മേയ്ക്കുന്ന ജോലിയിൽ നിന്നും ഇസ്രായേൽ മക്കളെ നയിച്ച് കനാൻ ദേശത്താക്കുവാൻ. നാം എത്ര താഴ്ചയിലാണെങ്കിലും താഴ്ചയിൽ നിന്നുയർത്തുന്നതായ ദൈവം, നമ്മുടെ പാപത്തിൽ നിന്ന് പരിഹാരം തന്ന് നമ്മെ ഉയർത്തുന്നതായ ദൈവം, അതാണ് 113 സങ്കീർത്തനം 8 വാക്യത്തിൽ കാണുന്നത്. പ്രഭുക്കന്മാരോടുകൂടി, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടി തന്നെ അവരെ ഇരുത്തുന്നു. അതായത് ദൈവത്തെ വിശ്വസിക്കുന്നവർ എത്ര ദരിദ്രമായി കഴിഞ്ഞാലും, എത്ര പാപമായി കഴിഞ്ഞാലും, എത്ര കുഴിയിൽ കിടന്നാലും അവിടുന്നെല്ലാം ഉയർത്തി തൻ്റെ പുത്രനെ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവരെയെല്ലാം പ്രഭുക്കന്മാരോടുകൂടി, ദൈവത്തെ ആരാധിക്കുന്ന പ്രഭുക്കന്മാരോടുകൂടി, ദൈവത്തെ ആരാധിക്കുന്നതായ ദൂതന്മാരോടുകൂടി ഒപ്പം ഇരുന്ന് നമ്മെയും തൻ്റെ പുത്രനായ യേശുവിനോടൊപ്പമാക്കി, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൂതന്മാരോടൊപ്പമാക്കി നാം യേശുക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. ദൈവം നമ്മളെയും ഉയർത്തും. എല്ലാ അന്ധകാരത്തിൽ നിന്നും വിടുവിച്ച് നമ്മളെ ഉയരത്തിലേക്കാക്കി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുന്ന ദൂതന്മാരോടൊത്ത് നമ്മുടെ ആത്മാവിനെയും, ഇന്നല്ലെങ്കിൽ നാളെ നാം കടന്നുപോയി കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായ തുച്ഛമായ സമയമാണ് നമുക്ക് ഭൂമിയിൽ ശരീരത്തിലുള്ളത്. ശരീരം യോഗ്യമല്ല എന്ന് വരുമ്പോൾ, ശരീരത്തിന് നിശ്ചിത പ്രായം കഴിയുമ്പോൾ, അല്ലെങ്കിൽ രോഗാവസ്ഥയോ ദുഃഖാവസ്ഥയോ പ്രയാസാവസ്ഥയോ വരുമ്പോൾ ജീവൻ കടന്നു പോകും, ആത്മാവ് കടന്നു പോകും. ആത്മാവ് ചെന്നെത്തുന്നത് ഈശ്വരൻ്റെ അടുത്താണ്.
ആ ഈശ്വരനെ ആരാധിക്കുവാനുള്ള കൃപ. അവിടെ സന്തോഷമായിട്ട് ഈശ്വരനെ ആരാധിക്കുന്നു. ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് അതിൻ്റേതായ സന്തോഷമുണ്ട്. തന്നെ സൃഷ്ടിച്ചതായ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് അതിൻ്റേതായ സന്തോഷമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് 113 സങ്കീർത്തനം 9 വാക്യത്തിൽ നാം കാണുന്നു, ദൈവം മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വീട്ടിൽ വസിക്കുമാറാക്കുന്നു. അതായത് കുട്ടികളില്ലാത്തതായ സ്ത്രീകളെ ദൈവം മക്കളെ കൊടുത്തിട്ട് സന്തോഷത്തോടെ വീട്ടിൽ ഇരിക്കുന്നതായി പറയുന്നു. ഇത് പഴയ നിയമത്തിൽ പല ഭാഗത്തും നമുക്ക് കാണാം. സാറായിക്ക് മക്കളില്ലായിരുന്നു. ദൈവം പ്രത്യേക കരുതലിൽ അവരെ സന്ദർശിച്ച് അവർക്ക് മക്കളുണ്ട്. റാഹേലിന് മക്കളില്ലായിരുന്നു. റാഹേലും പ്രയാസപ്പെടുന്നു. മക്കളില്ലാത്തവരെ മറ്റുള്ളവർ പുച്ഛിക്കുകയും അവരുടെ മക്കളില്ലാത്തതിൻ്റെ, അവരുടെ വയസ്സുകാലത്ത് അവരെ നോക്കുവാൻ ആളില്ലാത്തതിൻ്റെയൊക്കെ വിഷമം കൊണ്ട് അവർ പ്രയാസപ്പെടുന്നുമുണ്ട്. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ വാക്കുകളും. അങ്ങനെ റാഹേലിന് മക്കളുണ്ടായി. ഹന്നായിക്ക് മക്കളില്ലായിരുന്നു. ഹന്നായിക്ക് മക്കളുണ്ടായി. ദൈവം അനുഗ്രഹിക്കുമ്പോൾ മക്കളെയും ദൈവം അനുഗ്രഹത്തോടെ കൊടുക്കും. എലിസബത്തിന് മക്കളില്ലായിരുന്നു. എലിസബത്തിന് മക്കളെ കൊടുത്തു. അങ്ങനെ ദൈവം സന്ദർശിച്ച് ദൈവം അനുഗ്രഹിച്ച് മക്കളില്ലാത്തവർക്കും മക്കളെ കൊടുത്ത് സർവ്വ അനുഗ്രഹങ്ങളും കൊടുക്കുന്നതായ ദൈവമാണ്. അതാണ് 113 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. ദൈവം മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വീട്ടിൽ വസിക്കുമാറാക്കുന്നു. മക്കളോടൊത്ത് സന്തോഷത്തോടുകൂടെ വീട്ടിൽ വസിക്കുവാൻ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഏത് കുഴിയിലായാലും ഏത് പരാജയത്തിലായാലും എന്തു തന്നെയായാലും അവിടുന്നൊക്കെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. തൻ്റെ മഹിമയ്ക്കൊത്തവണ്ണം നാം പ്രാർത്ഥിക്കുന്നതിനൊപ്പം നമ്മുടെ മനസ്സ് ദൈവത്തെ അറിയുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. സ്വർഗസ്ഥനായ ദൈവം സ്വർഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ പ്രശംസ ഭൂമിയിലെല്ലായിടവുമാക്കി തന്നെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ അറിയുവാൻ, തന്നെ ആരാധിക്കുന്നതായ ദൈവത്തെ ആരാധിക്കുന്നതായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ജനങ്ങളെ ദൈവം എല്ലാ കാലത്തും അനുഗ്രഹിക്കുകയും ജീവൻ കടന്നു പോകുമ്പോൾ വീണ്ടും അവരുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ, ആരാധിച്ച് സന്തോഷിക്കുവാനുള്ള ഒരവസ്ഥയിൽ മനുഷ്യരുടെ ആത്മാവിനെ എത്തിക്കുകയും ചെയ്യും ദൈവം. നിശ്ചിത കാലം കഴിഞ്ഞിട്ട് നാം കടന്നുപോയാൽ സ്വർഗരാജ്യത്തിൽ ദൈവപുത്രനായ യേശുവിനോടൊത്ത്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവോടൊത്ത് നമ്മുടെ ആത്മാവ് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് ദൂതന്മാരുള്ളത്. ദൂതന്മാരും എപ്പോഴും ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആരാധനയിൽ നാമും പങ്കുചേരും. അതാണ് എന്നേക്കും ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നാം കാണുന്നത്. 113 സങ്കീർത്തനം 1 വാക്യത്തിൽ യഹോവയെ സ്തുതിക്കുവീൻ, എല്ലാ മനുഷ്യരുമേ നിങ്ങൾ യഹോവയെ സ്തുതിക്കുവീൻ, എല്ലാ മനുഷ്യരുമേ നിങ്ങൾ യഹോവയെ സ്തുതിക്കുന്നവരാകുവീൻ. അതായത് ദൈവത്തെ വിശ്വസിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, യഹോവയെ സ്തുതിക്കുന്നവരാകുവീൻ. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നവരാകുവാണ് ദൈവം കാക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആ ജീവിതം, ദൈവം പരിശുദ്ധനാകയാൽ നാമം പരിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവം പറയുന്നത്. ആ ഒന്ന് വാക്യത്തിൽ തന്നെ യഹോവയുടെ ദാസന്മാരെ സ്തുതിക്കുന്നു. യഹോവയുടെ ദാസന്മാരെ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുമേ, ദൈവത്തെ അറിയുന്നവരായ എല്ലാ മനുഷ്യരുമേ. അതിന് മറ്റർത്ഥമൊന്നുമില്ല. തൊഴിലുമായിട്ട് അതിന് ബന്ധമില്ല. എല്ലാ തൊഴിൽ ചെയ്യുന്നവരെയും ദൈവം അനുഗ്രഹിക്കും. ഏത് തൊഴിൽ ചെയ്യുന്നവനെയും ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ വിശ്വസിക്കുന്നവരെയാണ് ദാസന്മാരെന്ന് പറയുന്നത്. ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവദാസനെന്ന് പറയും. അത് ഏത് തൊഴിൽ ചെയ്താലും ദൈവത്തെ അന്വേഷിക്കുന്നതായ, ദൈവത്തെ അറിയുന്നതായ, ദൈവത്തെ ആരാധിക്കുന്നതായ ആ മനുഷ്യരാരായാലും അവർ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, യഹോവയുടെ ദാസന്മാരാണ്. അതുകൊണ്ട് ദാസന്മാരെ നിങ്ങൾ സ്തുതിക്കുവീൻ എന്ന് സങ്കീർത്തനകാരൻ പറഞ്ഞു. യഹോവയുടെ നാമത്തെ സ്തുതിവീൻ, യഹോവയെ സ്തുതിക്കുവീൻ, യഹോവയുടെ നാമത്തെ സ്തുതിക്കുവീൻ എന്നാണ് ഈ സങ്കീർത്തനകാരൻ പറയുന്നത്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽ എന്നേക്കും തന്നെ ഇന്ന് സ്തുതിച്ചു തുടങ്ങി
നാം ഇന്നു മുതൽ എന്നേക്കും സ്തുതിക്കേണ്ടതിന് ദൈവം നമ്മളെ ഒരുക്കുന്നുണ്ട്. നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ജീവൻ ഒരു പക്ഷേ കടന്നു പോകുമ്പോൾ അവിടെ ആത്മാവ് ചെന്നെത്തുന്നത് യഹോവയുടെ സന്നിധാനത്തിൽ. അവിടെ നമുക്ക് യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ. അതാണ് എന്നേക്കും തന്നെ യഹോവയെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 113 സങ്കീർത്തനത്തിൽ കൂടി ദൈവം നമ്മോട് പറയുകയാണ്, യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിക്കുവിൻ. അത് ഓർമ്മയിലിരിക്കട്ടെ. യഹോവയുടെ ദാസന്മാർ, ദൈവത്തെ അന്വേഷിക്കുന്നതായ എല്ലാവരുമേ നിങ്ങൾ യഹോവയുടെ ദാസന്മാരാണ്. അതിന് ഏത് തൊഴുതിൽ ചെയ്താലും നിങ്ങൾ യഹോവയുടെ ദാസന്മാരാണ്. ആ ദാസന്മാരെ നിങ്ങൾ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ഇന്ന് എപ്പോഴും യഹോവയുടെ നാമത്തെ സ്തുതിക്കുവേൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. ഇതുവരെയും എന്നോടൊപ്പമായിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു.